വെൽക്കം ടു പെഗാസസ് ഗെയിമിംഗ് ഫൈനൽ മാച്ച് ഡേയിലേക്ക് സ്വാഗതം. ഇന്ന് കമന്ററി ബോക്സിൽ ഞാൻ SOF ലോൺ വുൾ, കൂടെ SOF പ്രൊഫസർ ആൻഡ് SOF പ്രൊഫസർ. ഫീനിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നൊരു final വാശിയേറിയ match- പോരാട്ടം, അതെ ഫൈനൽ മാച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ചില ടീമുകൾ റെലഗേഷൻ സോണിൽ കിടക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ എന്തൊരു നല്ല പ്രകടനം നടത്തിയാൽ മുന്നോട്ട് വരാം. നല്ലൊരു ടീമാണ് നമ്മുടെ കാർ ഡബ്ല്യു. എന്താവും നമുക്കറിയില്ല. ഓൾറെഡി സേഫ് ആയി ആണ്, പക്ഷെ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം. വൈപ്പർ സ്ക്വാഡ് തൊട്ട് പുറകെ ഉണ്ട്. ട്രബിൾ മേക്കേഴ്സിന് ഡിന്നർ അടിച്ചാൽ കയറി വരും. അപ്പോൾ ആരും സേഫ് അല്ല അവിടെ. അത് കൂടുതൽ ടീം ഇന്ന് മിലിറ്ററി ബേസിലാണ് ഇറങ്ങിയിരിക്കുന്നത്. മിലിറ്ററി ഭാഗത്താണ്. തുടക്കം തന്നെ ഫൈറ്റ് കാണാൻ പറ്റും. സൂപ്പർ ലീഗ് ഇപ്പൊ അങ്ങനെ തന്നെയാണ്, തുടക്കം തന്നെ ഫൈറ്റ് ആണ്. എല്ലാ ടീമും നോക്കി 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 കാർ ഡബ്ല്യു, ടാസ്, TRX, MIB എല്ലാ ടീമും നാല് ടീമാണ് മിലിറ്ററി ബേസിൽ ഇറങ്ങിയിരിക്കുന്നത്. കാർ ഡബ്ല്യു തുടക്കം തന്നെ ഒരു ഫൈറ്റ് എടുക്കോ അല്ലെങ്കിൽ എന്താ ചെയ്യണത് ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയാണ്. കാർ ഡബ്ല്യു എനിക്ക് തോന്നുന്നു നോർവേയിലോട്ടാണ് അവർ പോകുന്നത്. അതാ കുറച്ച് നല്ലത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അത്യാവശ്യം നല്ല പോയിന്റ്സ് ആക്കണം. ആദ്യം ഫൈറ്റ് എടുത്ത് ഒരു തിരിച്ചടി കിട്ടുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും അവർക്ക്. അത് രണ്ട് ടീമും കൂടി മിലിറ്ററി ബേസിൽ ഇറങ്ങാതിരുന്നത് അവർ രണ്ട് ടീമും വലിഞ്ഞിരിക്കുകയാണ്. ഡെഡ് ബ്രെയിനും പിന്നെ ഒരു ടീമും കൂടി ഉണ്ട്. അവര് ആ പാലത്തിന്റെ അടുത്ത് വണ്ടി തപ്പുകയാണെന്ന് തോന്നുന്നു. TRX ഇത്തവണ ഫുൾ ഫ്ലോയിൽ എത്തിയിട്ടില്ല. ടാസും ഡെഡ് ബ്രെയിനും പാലത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ പോളിസാനം നേരെ ജോർജ് ബൂൾ കൈയടക്കാൻ പോവുകയാണ്. ലൂട്ടിന് വേണ്ടി നേരെ ജോർജ് ബുള്ളോട്ട് പോവുകയാണ്. ഒരു ലൂട്ട് സമ്മതിച്ചിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ്. ഇപ്പൊ നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഡീസക് ആണ് ഫസ്റ്റ്, സെക്കൻഡ് ഡെഡ് ബ്രെയിൻ. അപ്പോ ഇന്നത്തെ മത്സരത്തിൽ അത് മാറി മറിയാം. പിന്നെ ഉള്ളത് പൊളിസാനം, അവരാണ് ടോപ്പ് 5-ലുള്ളത്. ചാമ്പ്യൻസ് അറിയാൻ മതി. വൈപ്പർ സ്ക്വാഡ്, ട്രബിൾ മേക്കേഴ്സ്, റാംബോ, കിങ്സ്മാൻ ആൻഡ് റെവൻ. ഇത് നല്ലൊരു പോരാട്ടത്തിൽ ഇന്ന് ആർക്ക് വേണമെങ്കിലും ചാമ്പ്യൻസ് ആകാം. ടോപ്പ് 5-ൽ കിടക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ഡിന്നറും ഒരു 10-15 കില്ലും എടുത്ത് അവർക്ക് വേണമെങ്കിൽ ചാമ്പ്യൻസ് ആകാനുള്ളത്. ഈ സീസൺ 3-ലെ ലീഗ് ചാമ്പ്യൻസ് ആരാണെന്ന് നമുക്കിന്ന് കണ്ടറിയാം. അപ്പോ ഞാൻ ഓർമ്മിപ്പിക്കുന്ന വെച്ചാല് ലീഗ് 1 ചാമ്പ്യൻസ് കാർ ഡബ്ല്യു, ലീഗ് 2 ചാമ്പ്യൻസ് UKG ഇപ്പോഴത്തെ മാസത്തിൽ. ഇനി ലീഗ് 3-ന്റെ ചാമ്പ്യൻസ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഏറ്റവും നല്ല പോരാട്ടം നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു റെലഗേഷനിൽ കിടക്കുന്ന ടീമുകൾ തമ്മിലായിരിക്കും. കാരണം അവര് 5 ടീമും നല്ലോണം ഫൈറ്റ് എടുക്കുന്ന ഒരു ടീമുകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൈപ്പർ സ്ക്വാഡ്, ട്രബിൾ മേക്കേഴ്സ്, റെവനൻസ്, കിങ്സ്മാൻ, റാംബോ. നമ്മുടെ SOF 2 ടീമും സൂപ്പർ ലീഗിലേക്ക് അടുത്ത സീസണിൽ ഉണ്ടാവുന്നതാണ്. നമ്മളത് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്താണ് പ്രൊഫസറുടെ അഭിപ്രായം അതിനെപ്പറ്റി? സൂപ്പർ ലീഗിലെ സൂപ്പർ ലീഗ് വളരെ വാശിയേറിയ പോരാട്ടമുള്ള ഒരു ലീഗാണ്. അതെ, നമുക്കിനി അങ്ങത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. പുതിയ സിസ്റ്റം, പുതിയ ലീഗ്, പുതിയ ടീംസ്. അതെ, ഇവിടെ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സാധാരണ തുടക്കത്തിന് ഫൈറ്റ് ആണ്. ഇപ്പൊ ഇവിടെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നത്തെ മാച്ചില്. നമ്മൾ TRS ചാത്തനെയാണ് സ്പെക്ടേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാച്ചിൽ ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചാത്തന്. എല്ലാവരും നല്ല സ്പ്രെഡ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തൊട്ടടുത്തായിട്ട് ടീമുകൾ കുറവാണെന്ന്. സാധാരണ സൂപ്പർ ലീഗ് പോലെ പെട്ടെന്നൊരു ഫൈറ്റ് നമ്മൾ ഇതിനെ കാണാൻ സാധിക്കുന്നില്ല. ടീം MIB മിലിറ്ററി ബേസിൽ നിന്ന് വരികയാണ്. MIB കഴിഞ്ഞ കുറച്ച് മാച്ചുകളിലായിട്ട് നല്ല ഫൈറ്റ് എടുത്ത് വരുന്ന ടീമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫസ്റ്റ് ഫൈറ്റ് പൊളിസാനവും വാറും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവര് ലൂട്ട് എടുക്കാൻ വേണ്ടി ഇരു ടീമുകളും ജോർജ് റാംബോന്റെ ടീമിനെയാണ് നമ്മൾ സ്പെക്ടേറ്റ് ചെയ്തത്.
ചെയ്യുന്നത്. അവർ സ്കൂളിൽ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ അടുത്തോട്ട് ട്രബിൾ മേക്കേഴ്സ് വന്നോണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ടില്ല, അവര് നടന്നു. ഒരു റിസ്ക് ആണ്. ഇതുവരെ ഒന്നും ഫൈറ്റ് തുടങ്ങിയിട്ടില്ല. വേറെ 2 ടീമുകളും അടുത്തടുത്ത് അങ്ങനെ ആയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോർജ് പൂൾ ഏരിയയിലുണ്ട്. മിക്കവാറും ലാസ്റ്റ് സോണിൽ അത്യാവശ്യം ഫൈറ്റ് കാണാൻ സാധിക്കുന്നതായിരുന്നു. 4 കഴിഞ്ഞ ഇവോ ലീഗിലും ലാസ്റ്റ് സോണിൽ തന്നെ 30 പേരാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര വളരെയധികം ഫൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റി. വാർ പിച്ച് ബ്ലാക്കിനോട് അടികിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചാടിയപ്പോ പറ്റിയുള്ള ഒരു ഇതാണെന്ന്. ഇവിടെ ടീമുകളൊന്നും കാണുന്നില്ല. പൊളിസാനം കുറച്ച് അടുത്തുണ്ടോ? അല്ല, കുറച്ച് മാറിയാണല്ലോ പൊളിസാനം. ഇന്ന് ഇവോ ലീഗ് ഇന്ന് വിന്നറായ ടീം അൽക്വയ്ദയാണ്. നല്ലൊരു പോരാട്ടം തന്നെ ആയിരുന്നു. ആ ലാസ്റ്റ് സോണിൽ SOF ടീം 2നെ അടിച്ചിട്ടാണ് അവര് സെക്കൻഡ് ടീമിൽ അടിച്ചിട്ടാണ് അവർ ചാമ്പ്യൻസ് ആയത്. ഇവോ ലീഗിൽ നമ്മൾ SOFന്റെ മറ്റൊരു പ്ലെയർ വെജീറ്റയുടെ ഒറ്റയാൻ പോരാട്ടം കണ്ടു. അതെ, അത് നല്ലൊരു അടിപൊളി നേടും വെജിറ്റയുടെ വകയുണ്ടായി ഓൾഡ് സ്കൂൾ ഡോപ്സിനെ അടിക്കാൻ വേണ്ടി. ഇവോ ലീഗിന്റെ പോയിന്റ് ടേബിൾ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ് ഇന്ന് തന്നെ. എന്തായാലും നമുക്ക് ഉറപ്പാണ് ഏതൊക്കെ ടീമാണെന്ന് തന്നെ. 5 ടീം അൽഖയ്ദയും SOFൽ 2 ടീം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കില്ല് എടുത്ത ടീമാണ് ഫാൽക്കൺസ്. അവര് സൂപ്പർ ലീഗിൽ കയറിയിട്ട് എങ്ങനെയാണ് പ്രകടനം നമുക്ക് അടുത്ത സീസണിൽ കാണാം. ഫാൽക്കൺസിന്റെ സൂപ്പർ ലീഗിൽ ഒന്ന് കൊഴുപ്പിക്കും. അതെ, ഫാൽക്കൺസ് കുറെ ടീമുകൾ ഓടിച്ചിട്ടടിച്ച ടീമാണ്. സൗണ്ട് ഇല്ലാന്നൊരു യൂട്യൂബിലൊരു കമന്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ സൈഡ് അജയ് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഫൈറ്റ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫൈറ്റ് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്നാണ് ഈ ലീഗിന്റെ ഒരു പ്രത്യേകത. വാർ ടീം സേഫായി കളിക്കുകയാണ്. അതെ, കഴിഞ്ഞ ഡിന്നർ അടിച്ചത് വാറാണ്. അതിന് മുമ്പത്തെയും വാറാണെന്ന് തോന്നുന്നു. KL35 MIBയുടെ ടീം ഒരു ബ്രിഡ്ജ് ബ്ലോക്കിനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. തൊട്ടുപാക്കില് കാർഡബ്ലിയം ഉണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് കാർഡബ്ലിയം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ ഫിനിക്സ്? കാർഡബ്ലിയം എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷെ അവർ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും അവർക്ക് നല്ലൊരു പ്രകടനം നടത്തിയേ പറ്റൂ. ഇന്ന് കാർഡബ്ലിയം ഹാർലിക്കും നമ്മുടെ ഒപ്പം കുറച്ച് മുമ്പ് ഉണ്ടായ പുള്ളി പറഞ്ഞത് ഇന്ന് എല്ലാവരും ഓടിച്ചിട്ടടിക്കുന്നതാണ്. അവിടെ ഫൈറ്റ് ചാൻസ് ഉണ്ട്. MIB കാർഡബ്ലിയം കൂടി ഒഴിവായി പോവുകയാണ്. കാർഡബ്ലിയം ഇപ്പൊ ഫൈറ്റില്ല. രണ്ട് വെഹിക്കിൾ എടുത്ത് നല്ല ടാക്ടിക്കലായിട്ട് MIB കാർഡബ്ലിയം അടിച്ചിരിക്കുന്നു. ഫസ്റ്റ് MIB തവണ ഓടിച്ചിട്ടടിയാണ്. ആരെ കണ്ടാലും അടിക്കും എന്നുള്ള മൈൻഡിലാണ് MIB. ഒരു പേടിയില്ല, സൂപ്പർ ഒരു പേടിയില്ലാണ്ട് കളിക്കുന്ന ടീം കൊണ്ടുവന്നാണ് MIB തവണ. വണ്ടി സ്റ്റിംഗർ വീണിരിക്കുന്നു. ഫസ്റ്റ് നോക്ക് സ്റ്റിംഗർ വീണിരിക്കുന്നു. ഓടി കയറുന്നുണ്ട്. സ്റ്റിംഗറിന്റെ തിരിച്ചടി തന്നെയാണ്. മാർലി മുകളിൽ കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. മുകളിൽ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നെയ്ഡല്ല, ഒരു മോൾട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റിംഗർ പൊക്കിയത് അവർക്ക് വളരെ ഒരു ആശ്വാസം ഉള്ള കാര്യം തന്നെയാണ്. കാരണം സ്റ്റിംഗർ അവരുടെ മെയിൻ പ്ലെയർ ആണ്. എന്ത് പറയുന്നു? ഇത് ആര് ജയിക്കും ഈ ഒരു ഫൈറ്റില്? എന്റെ ഇത് MIB ജയിക്കും തന്നെയാണ്. അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലേ.
അതെ കാരണം അവരുടെ ഫോം അല്ലേ. അതെ പക്ഷെ നമ്മുടെ സ്റ്റിങ്ങറും കൂട്ടരും ചെറിയ പിള്ളേരല്ല. നമ്മളിപ്പോഴും അവിടെ തന്നെയാണ്. വേറെ ഫൈറ്റ് തുടങ്ങിയിട്ടില്ല. കളി തുടങ്ങി അടി തുടങ്ങിയിരിക്കുന്നു. രണ്ടുപേർക്ക് അടി കിട്ടിയിട്ടുണ്ടോ? ചാത്തൻ ഫ്ലാങ്ക് ചെയ്യാനുള്ള പ്ലാനാണ്. എല്ലാവരും അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. കേറി വന്നാൽ അടിക്കുന്നുള്ള മൈൻഡാണ്. ഒരു നല്ല 2-3 നേടുകൾ ഇട്ടാൽ തീരാനുള്ള MIB ഇപ്പോൾ. അവരെല്ലാവരും മോളിൽ തന്നെ മോളി ഇട്ട് അവർ ചാടിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവര് നേടില്ലാന്നുണ്ട്. കാരണം കളി തുടങ്ങി ലൂട്ടൊക്കെ സെറ്റ് ആയിട്ടില്ല. നേടൊന്നും ഇല്ലായിരുന്നു കയ്യില്. സ്റ്റിങ്ങർ മുകളിൽ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരും സ്പോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഡോണി സ്റ്റിങ്ങറെ സ്പോട്ട് ചെയ്ത് നിൽക്കുകയാണ്. കയറി വന്ന് അടിക്കും എന്നുള്ള മൈൻഡിലാണ്. അതായത് കുറെ ഡോണിയുടെ കയ്യിൽ ഉസിയാണ്. കിടിലൻ ഫൈറ്റ് ആണ്. അത് വൈപ്പായിരിക്കുന്നു. കളിയുടെ ആദ്യത്തെ ഫൈറ്റിൽ TRX വീണിരിക്കുന്നു. MIBയിൽ ഒരാൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായത്. ബാക്കി എല്ലാവരും ഇപ്പൊ പൊക്കുന്നു. അവിടെ ഡെഡ് ബ്രെയിനും ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ടാസും തമ്മിലാണ്. ടാസില ഒരാളെ അവർക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എൽഡ്രാഡോ അവര് നഷ്ടപ്പെട്ടു. എല്ലാവരും സോണിന്റെ പുറത്താണ്. ഡെഡ് ബ്രെയിൻ മിക്കപ്പോഴും സോണിന്റെ പുറത്ത് നിന്ന് ഫൈറ്റ് എടുക്കുന്ന ഒരു ടീം തന്നെയാണ്. ബൂഗിമാനെ വീഴ്ത്തിയിരിക്കുകയാണ് ക്രിസ്റ്റോ. രണ്ടുപേരെ ഒരാളെ നഷ്ടമാകുകയും ഒരാള് നോക്കായി കിടക്കുകയാണ് ടാസിന്റെ. അത് ക്രിസ്റ്റോ പുഷ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റോ ഒരു പുഷ് ചെയ്ത് നല്ലൊരു ജിംബ്രൂട്ടനായിട്ട് ഒരു ഫൈറ്റ് എടുത്തിട്ട് ക്രിസ്റ്റോ വീണിരിക്കുന്നു. ജിംബ്രൂട്ടനും ടാസും ബൂഗിമാനും 1 HP ആണ്. ക്യാപ്റ്റൻ പുഷ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ അവരെ രക്ഷിക്കാൻ വേണ്ടി പുഷ് ചെയ്യുകയാണ്. ക്യാപ്റ്റന് വീഴ്ത്തി. എല്ലായിടത്തും അവിടെ ഇവിടെയും 2-3 പേരായിട്ട് വീണിട്ടുണ്ട്. അതാ കില്ലെടുത്ത് ക്യാപ്റ്റനെ കില്ലെടുത്ത് ഫിനിഷ്. ബില്ലാന്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ ഡെഡ് ബ്രെയിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കിത് നോക്കാൻ റെവനൻസ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഫാൽക്കൺ വീണിരിക്കുന്നു. തിരിച്ചടിക്കുന്നുണ്ട്. വൈപ്പ് ചെയ്യുന്നുണ്ട്. അഭിനയ അവർക്ക് നഷ്ടമായി ഓൾറെഡി. ടീം നമ്പർ വൈപ്പ് ചെയ്തവരവിടെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അതാ മാസ് അക്കിംബോയും ട്രബിൾ മേക്കേഴ്സ് ആയിട്ട് ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊരിഞ്ഞടി ഇറക്കുകയാണ്. എനിക്കൊന്ന് വൈപ്പ് ചെയ്തിരിക്കുന്നു. വൈപ്പായിരിക്കുകയാണ്. ട്രബിൾ മേക്കേഴ്സും വൈപ്പായിരിക്കുകയാണ്. അങ്ങനെ ഇനി 45 പേരാണ് നമുക്ക് ഈ മാച്ചിലുള്ളത്. ആരടിക്കും എന്ന് കാണാം. ഡീസൊക്കെ അടി വാങ്ങിയിട്ടുണ്ട്. ടാസിപ്പ് ഒരു ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ഒരാളെ നഷ്ടപ്പെടുകയും ചെയ്തതാണ്. ബിലാൽ ഓൾറെഡി നോക്കായി കഴിഞ്ഞു. അത് കോമ്രേഡ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ഒരു പ്ലെയറാണ് കോമ്രേഡ്. M24 ആയിട്ട് ആരടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഡാർക്ക് സൈഡേഴ്സ് കാർ ഡബ്ല്യൂമിനെ അടിച്ചിരിക്കുന്നു. ഹാർലിക്കും വീണു ഓൾറെഡി. ഹാർലിക്കും തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആഷസും സാക്കും മാത്രം ബാക്കിയുള്ളത്. നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയാം. ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറം രണ്ടുപേരോട് ഇരിക്കുന്നുണ്ട്. വാറ്റ് പിന്നെ വീണിരിക്കുന്നു.
വാച്ച് പിന്നെയും മേടിക്കുന്നുണ്ട്. സാക്ക് ഫ്ലിപ്പ് ബോയ് പുഷ് ചെയ്തിട്ട് ഹാർലിക്കിന് ഇല്ല അതിന് ഫ്ലിപ്പോനെ വീഴ്ത്തിയിരിക്കുന്നു. മോക്ക് ടൈസന്റെ പുഷ് ചെയ്യുകയാണ്. ആഷസിനെ കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. മോക്ക് ടൈസൺ അതാ ഹെയ്ഡ്സും ജോയിൻ ചെയ്ത് സാക്കും വീണ് വൈപ്പായിരിക്കുകയാണ്. കാർഡബ്ല്യൂ അങ്ങനെ വൈപ്പായിരിക്കുകയാണ്. തിരിച്ചടിയാണ്. കാരണം ഒരു പോയിന്റ് നില പോലെ ഇരിക്കും കാർഡബ്ല്യൂത്തിന്റെ ഒരു കില്ല് കൺഫേം ആക്കിയിട്ടുണ്ടെങ്കിലും ഒരു തിരിച്ചടി. ഡെഡ്ലി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് ഡെഡ്ലി. ഡീസക്കും ടാസ് നമ്മളൊരു ഫൈറ്റ് നമ്മൾ കണ്ടെങ്കിലും ടാസ് അവിടെ തന്നെ വലിഞ്ഞു. പെട്ടുപോയത് ഡീസക്കാണ്. അവരിപ്പോഴും സോണിന്റെ പുറത്ത് തന്നെയാണ്. അതിപ്പോ നമ്മൾ 5 ടീമിനെ ഓൾറെഡി തീർന്നിട്ടുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. തുടക്കം ഒരു ഫൈറ്റ് വരാൻ വൈകിയെങ്കിലും ഇപ്പൊ അവിടെ നിന്ന് പടപെടാവുന്ന അപ്പുറത്തുമായിട്ട് കുറെ ഫൈറ്റ് നമ്മൾ കണ്ടു. ടാസിൽ ഒരാളെ നഷ്ടപ്പെട്ടെങ്കിലും അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് ഡീസക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. കാരണം അവിടെ സോണിന്റെ പുറത്തുനിന്ന് ഒരു ഫൈറ്റ് എടുക്കാൻ അവർ തയ്യാറല്ല. പ്രൊഫസർ, ഇപ്പോ നമ്മുടെ ഒരു ടീം അവസാനിക്കുന്ന 5 ടീമിൽ ഒരു ടീം ഡിന്നർ അടിക്കുകയാണെങ്കിൽ കാർഡബ്ല്യൂവിന് തിരിച്ചടിയായിരിക്കും. അതെ ഓൾറെഡി നമ്മൾ റെവനൻസ് ഒരു ടീമിനെ വൈപ്പ് ചെയ്ത് നമ്മൾ കണ്ടു. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അതാ MIB ഒരു ഫ്ലെയർ അടിച്ചിരിക്കുകയാണ്. അതിൽ AWM DBS ആണ്. AWM കിങ് ഓഫ് ഗൺസ് എന്നാ പറയുന്നത്. ടാസ് ഓൾറെഡി അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡീസക്ക് ടാസിനെ വിടൂലെന്നാണ് പറയുന്നത്. അവര് ടാസിനെ പുറകെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോകുന്നു? പുറകെ ടാസ് ഓൾറെഡി സാൻഡ്വിച്ച് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഡീസക്കിന് ടാസ് അവിടെ ഉണ്ടെന്ന് അറിയുമെന്നറിയില്ല. അവര് MIBനെയാണ് നോക്കുന്നത്. ഫൈറ്റ് തുടങ്ങിയിരിക്കുന്നു. ടാസ് ഓൾറെഡി 3 പേരുള്ളൂ. നമ്മുടെ വേറെ സൈഡിൽ നമ്മുടെ റെഫറൻസിന്റെ ഫാൽക്കൺ വീണിട്ടുണ്ട്. വീണിരിക്കുന്നു. നമുക്ക് എല്ലായിടത്തും ഒരേ ഫൈറ്റ് നമുക്ക് എല്ലായിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജിംബ്രൂട്ടൻ പുകക്കാൻ നോക്കുകയാണ്. ഫുൾ പുകക്കുകയാണ്. ഡീസൊക്കെ ഓൾറെഡി അവിടെ പുഷ് ചെയ്ത് 2 പേര് അപ്പുറത്ത് നെമിസിസ് ഫ്യൂറി അടി തുടങ്ങിയുണ്ട്. ഡെഡ്ലിനെ അടിച്ചിരിക്കുകയാണ് ഫ്യൂറി. ഡീസക് ബൂഗിമാൻ വീഴ്ത്തി ഗ്രനേഡിൽ ഒരു OP ഗ്രനേഡ് ഇട്ടിരിക്കുകയാണ് കോംറേഡ്. വണ്ടി ഇടിച്ച് കയറ്റിയിട്ടുണ്ട് അവിടെ ടാസിന്റെ അടുത്ത് പ്ലെയർ. ഡീസക് കോംറേഡ് പുഷ് ചെയ്യുകയാണ്. അത് ടാസ് ബിലാല് അങ്ങനെ വൈപ്പായിരിക്കുന്നു. ടാസ് വൈപ്പായിരിക്കുകയാണ്. ഡീസൊക്കെ അങ്ങനെ ആദ്യത്തെ സ്ക്വാഡ് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ടാസിനെയാണ്. അത് ഡെഡ്ലിയും പോളിസാനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. ഡെഡ്ലി ഒരാൾ ഓൾറെഡി ഡൗൺ ആണ്. പട്ടാളോക്ക് അത് വൈപ്പായിരിക്കുകയാണ്. പോളിസാനും അങ്ങനെ വൈപ്പായിരിക്കുകയാണ്. അങ്ങനെ ഡെല്ലിക്ക് 4 കില്ല് കരസ്ഥമാക്കാൻ പറ്റി. നമ്മുടെ RB ഫ്യൂറി ടോട്ടൽ കില്ലിൽ 1ാമത് എത്തുമെന്ന് നമുക്ക് കാണണം. കാരണം കോമ്രേഡ് അവിടെ കില്ലെടുത്തിട്ടുണ്ട്. ഇല്ല, ഓൾറെഡി കോമ്രേഡ് ആണ് ടോപ്പിൽ. 2ാം സ്ഥാനത്ത് ഫ്യൂറി ഉണ്ടായിരുന്നു. അതെ, അവിടെ വാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫൈറ്റ് അവിടെ കഴിഞ്ഞു. അവിടെ വാറുണ്ട്. വാറല്ല, MIB. അവര് ഫ്ലെയർ അടിച്ചു കിട്ടിയ സാധനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. M24 പിടിച്ച ധോണിയുടെ നിപ്പ് അടിച്ചു ഓടിക്കുന്നവരാണ് ധോണി. 9 ഡീസക്കും MIBയും ഫുൾ സ്ക്വാഡ് ഉണ്ട്. 2 ടീമും. നമുക്ക് ആര് അടിച്ച് തീർക്കും എന്ന് കാണാം. എല്ലാവരും കുറെ ടീമുകളൊക്കെ സോണിലോട്ട് കയറാനുള്ള
ഒരു ആവശ്യത്തിലാണ്. വൈപ്പർ അത് കോമ്രേഡിന്റെ നല്ലൊരു OP ഗ്രനേഡ് ഞാൻ നേരത്തെ കണ്ടു. പിന്നെയും ഗ്രനേഡ് ഇട്ട് ഗ്രനേഡ് മഴ ഇടുകയാണ്. രക്ഷയില്ലെന്ന് മനസ്സിലായി MIBക്ക്. പാരിസിന്റെ ഇപ്പൊ ഒരു ബോംബ് ഉണ്ട്, തിരിച്ചു പറഞ്ഞ കൊണ്ടൊക്കെയാണ് നല്ലതായിരിക്കും. 2 ടീം സോൺ ഔട്ട് ആണ്. സോൺ വന്ന് അടിക്കുകയാണ്. അതെ, അവരിപ്പോ സോണിന്റെ പുറത്ത് നിന്ന് ഫൈറ്റ് എടുക്കുമോ അല്ലെങ്കിൽ വലിയുമോ എന്ന് നമുക്ക് കാണാം. ഈ ടീമുകളും ഇൻഫാക്ട് ഗോഡ് വീണിരിക്കുന്നതാണ്. നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സോണിൽ തിരിച്ചടിയാണ്. ഡോണി വീണിരിക്കുകയാണ്. രണ്ട് പ്രാവശ്യം അവിടെ വേറെ ടീം വരുന്നു. ഇല്ല ഡീസക്ക് പുഷ് ചെയ്യാൻ പുഷ് ചെയ്യാൻ ഡീസക്ക് വീണിരിക്കുകയാണ്. വൈപ്പായിരിക്കുകയാണ്. ഡീസക്ക് ഭയങ്കര കൂളായിട്ട് അടിച്ച് വീഴ്ത്തി കളഞ്ഞു. എത്ര ഈസിയായിട്ട് അവർ 2 ടീമിനോട് വൈപ്പ് ചെയ്തിരിക്കുന്നത്. മികച്ച പ്രകടനം. അതെ, ഡെഡ്ലി വൈപ്പർ സ്ക്വാഡിന്റെ അടുത്തേക്കാണ് ഡെഡ്ലി പുഷ് ചെയ്യുന്നത്. കോമ്രേഡ് പ്ലേ സോണിൽ വീണ്. വൈപ്പർ സ്ക്വാഡ് അവിടെ ഫൈറ്റ് നടക്കുമോ? അതെ, ഫൈറ്റിന് വേണ്ടി തന്നെ വന്നതാ. ഡെഡ്ലിയുടെ സെക്കൻഡ് ടീമാണ് വൈപ്പർ സ്ക്വാഡ്. ഇരു ടീമുകളിൽ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. വൈപ്പർ സ്ക്വാഡ് നല്ലൊരു പ്രകടനം നടത്തിയാൽ കാർഡബ്ലിനെ മറികടന്ന് പക്ഷെ അവർക്ക് ഇതുവരെ ഒരു കില്ല് പോലും ഇന്നത്തെ മാച്ചിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം ടീം തന്നെ തങ്ങളെ വന്നിട്ടുണ്ടോ ഡെഡ്ലി? ഇപ്പൊ നോക്കുവാണെങ്കിൽ വൈപ്പർ സ്ക്വാഡ് ഡെഡ്ലി മാത്രമേ സോണിനുള്ളൂ, ബാക്കി എല്ലാ ടീമും സോൺ ഔട്ട് ആണ്. റാംബോ, ഓർട്ടൺ അതാ പാടത്ത് കൂടി ഓടുകയാണ് റാംബോ. നല്ല ഓപ്പൺ സ്പേസ്, എവിടെ നിന്ന് വേണമെങ്കിലും നല്ലൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഡ്രോപ്പ് ഉണ്ട്, ആ ഡ്രോപ്പ് എടുത്തിട്ട് ഓടുകയാണ് റാംബോ. ഭയങ്കര ഓപ്പൺ ആയിട്ട് ഒരു സോണാണ് നമ്മൾ കാണുന്നത്. അതെ, വാർ ഫുൾ ടീം ബാക്കിയുണ്ട്. അതെ, നമുക്ക് നല്ലൊരു പാമ്പ് കളി ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. പറഞ്ഞ പോലെ റാംബോനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റാംബോ അത്ര ഓപ്പൺ സ്പേസിൽ ഓടി ചെയ്തു. ഫാൽക്കൻസ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 പേരുള്ളൂ, അവർക്ക് ആ ഫൈറ്റ് കണ്ടിരിക്കാൻ നല്ലത്. കുറച്ചുകൂടി അവർക്ക് അടി റെവനൻസ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോറി, ഫാൽക്കനെ അവർക്ക് നഷ്ടപ്പെട്ടു, അഭിനയം അവർക്ക് നഷ്ടപ്പെട്ടു. അവര് സോൺ പിടിക്കുകയാണ്, കാരണം അവർക്ക് ഫൈറ്റ് എടുക്കാൻ നടക്കുന്ന കാര്യമല്ല അവിടെ. അതാ ഡെഡ്ലിയും വൈപ്പർ സ്ക്വാഡും തമ്മിലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം അവര് ഡെഡ്ലി വൈപ്പർ സ്ക്വാഡിനെ പുഷ് ചെയ്തിട്ടുണ്ട്. അടി കിട്ടുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും സ്വന്തം ടീമാണെന്ന്. അതാ അവിടെ എനിക്ക് തോന്നുന്നു ഡാർക്ക് സൈഡേഴ്സും കൂടി ഉണ്ട്. 3 ടീമാണുള്ളത്. അത് വെനം വീണിരിക്കുകയാണ്. അത് വൈപ്പർ സ്ക്വാഡ് തീർന്നു. വൈപ്പർ സ്ക്വാഡ് വൈപ്പായിരിക്കുകയാണ്. അവിടെ റാംബോനെ ഇടയിൽ കൂടെ അവിടെ അടിയിട്ടുണ്ട്. 6 ടീം മാത്രം ബാക്കിയുള്ളൂ. 6 ടീം മാത്രം ബാക്കിയുള്ളൂ. ഇനി 20 പ്ലേയേഴ്സ്, 6 ടീം. റാംബോ 2 പേരും സോണിൽ പുറത്താവുമോ എന്ന് കാണാം. വൈപ്പർ സ്ക്വാഡ് സേഫ് ആണ്. അത് മാസിനെ ഡെഡ്ലി അടിച്ചിരിക്കുകയാണ്. ഡെഡ്ലിയിൽ 2 പേര് വീണിരിക്കുകയാണ്. 2 പേര് 1 HP ആണ്. 2 vs 2 ആണ്. മക്കിംബോ ഇല്ല, 2 vs 3 ആണ്. അടുത്ത് നോക്കും. അത് കിടിലം ഫൈറ്റ്. ഡെഡ്ലിയും വൈപ്പായിരിക്കുകയാണ്. അങ്ങനെ 5 ടീം തന്നെയാണ്.
റെവനൻസിന്റെ റേജിലും അങ്ങനെ റെവനൻസ് അങ്ങനെ വൈപ്പായിരിക്കുകയാണ്. റെവനൻസ് വൈപ്പായിരിക്കുകയാണ്. ഡീസക്ക് ഇന്ന് ഓടിച്ചിട്ടടിക്കുകയാണ് ടീമുകളെ. ലാസ്റ്റത്തെ മാച്ചാണെന്ന് അവർക്കറിയാം. അവര് ടോപ്പിലുള്ളതാണ്. അതെ, ചാമ്പ്യൻസ് ഞങ്ങൾ തന്നെ, ഒരു വെല്ലുവിളിയില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് സെക്കൻഡ് ആയിരിക്കും തോന്നുന്നു. ഡെഡ് ബ്രെയിൻ തീർന്നു. ഡെഡ് ബ്രെയിൻ ബാക്കിയുണ്ടോ? ഇല്ല, ഡെഡ് ബ്രെയിൻ നേരത്തെ തീർന്നതാണ്. അപ്പോ നമുക്കിതൊന്നും നോക്കാനില്ല. അപ്പോ ചാമ്പ്യൻസ് ഡിസൊക്കെ തന്നെ. മറ്റൊരു പോരാട്ടം. അതെ, വാർ ടീം ഇന്നും ലാസ്റ്റ് സോളുണ്ട്. ഓൾറെഡി 2 ഡിന്നർ അടിച്ച ടീമാണ്. വാർ ഇന്ന് നല്ല സേഫ് ആയിട്ടാണ് കളിക്കുന്നത്. ഡിന്നർ അടിക്കും എന്നുള്ള പ്ലാനിലാണ് അവര്. ഇനിയിപ്പോ നമ്മുടെ ഡിന്നർ അടിച്ചാൽ അവർക്ക് നല്ല പോയിന്റ് പുഷ് ചെയ്യാൻ പറ്റും വാറിന്. ഓൾറെഡി അവർക്ക് 2 ഡിന്നർ കിട്ടിയതാണ്. ഡിസക്ക് ഉണ്ട്, വാർ ഉണ്ട്. എനിക്ക് 2 ടീം ഏതാണ്? പിന്നെ മാസ് ഉണ്ട്, ഒരു ടീം കൂടി ബാക്കിയുണ്ട്, റാംബോ. അപ്പോൾ നമ്മുടെ കാർ ഡബ്ല്യു വെല്ലുവിളി റാംബോ മാത്രമേ ഉള്ളൂ കേട്ടോ. കാർ ഡബ്ല്യു സിംഗിൾ ഇപ്പോ അവിടെ നെഞ്ചിടിച്ചിരുന്ന് കളി എന്തായെന്ന് നോക്കിയിരിക്കായിരിക്കും. റാംബോ ജിഷ് ഫൈറ്റ് എടുത്തു. അത് വാറും റാംബോ തമ്മിലൊരു ഫൈറ്റ് ആണ്. കുറുപ്പിനെ കൺഫേം ആക്കിയിട്ടുണ്ട് ജിഷിന്റെ കയ്യിൽ MK14 ആണ്. ക്ലോസ് റേഞ്ച് പിടിച്ചാൽ ജിഷിന്റെ നല്ല പെട കിട്ടും ആർക്കായാലും. സോൺ വളരെ ഇങ്ങനത്തെ ഓപ്പൺ സ്പേസിൽ സോൺ വളരെ ഒരു പ്രശ്നം തന്നെയാണ്. അവർക്കൊരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. മാസിന് ഡീസക് സീരിയസ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ് അക്കിംബോയെ. ഈ സോണിൽ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും, കാരണം ഭയങ്കര ഓപ്പൺ ആണ്. വാറിന്റെ 2 പേരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. 13 പേരും 4 ടീമും ബാക്കിയുണ്ട്. റാംബോജി ഭയങ്കര നോക്കായിരിക്കുകയാണ്. പിച്ച് ബ്ലാക്ക് ആണ്. സോൺ വരും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഓടിക്കേറിയത്. ജിഷിനെ മാസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. റാംബോന്റെ ഭാഗത്ത് ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. പിച്ച് ബ്ലാക്കിനെ അടിച്ചിരിക്കുകയാണ് മാസ്. ഒരു വണ്ടി പൊട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ്. സ്മോക്കിട്ട് പൊതിയാനുള്ള പ്ലാനാണ് മാസിന്റെ. മാസ് ഫുൾ ടീം ഉണ്ട്, ഫുൾ സ്ട്രെങ്ത്തിലാണ് ഇന്ന് കളിക്കുന്നത് ഇപ്പോഴും. വാറിന് അടിക്കാനുള്ള പ്ലാനാണ്. റാംബോ അതിനിടയിൽ തേർഡ് പാർട്ടി അടിക്കാൻ. റാംബോ വീണിരിക്കുകയാണ്. റാംബോനെ വാർ ആൽഫ വീഴ്ത്തിയിരിക്കുകയാണ്. മാസിന്റെ ഒരു OP ഗ്രനേഡ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം കാർ ഡബ്ല്യു സേഫ് ആയിരിക്കുന്നു. കാർ ഡബ്ല്യു സേഫ് ആണ്. നമുക്കിത് ചാമ്പ്യൻസ് നോക്കാം. വാറിന്റെ ആൽഫ വീണു. അത് രണ്ട് ടീമാണ് ഇനി ബാക്കിയുള്ളത്. മാസും ഡിസക്കും ഒരു തവണ ഇവർ തമ്മിൽ ഫൈനലിൽ വന്നതാണ്. 4 vs 3 ആണ്. 4 vs 3 ഡിസ്ക്വാളിഫൈ പോയിട്ട് മാസ് ചാമ്പ്യൻസ് ആയി. തിരിച്ചൊരു മധുര പ്രതികാരമാണ് ഡിസക്ക് നോക്കുന്നത്. നമുക്ക് കാണാം. ഇന്നത്തെ ഡിന്നർ ആർക്കാന്ന് അത്ര നോക്കണ്ടുള്ളൂ. ചാമ്പ്യൻസ് ഓൾറെഡി ഡിസക്ക് തന്നെയാണ്. ഡിസക്കിന് ഓൾറെഡി 9 കില്ല് അവർക്ക് ഓൾറെഡി ആയി. മാസം 2 സ്മോക്ക് പുകമയോടെ. മാസം നല്ലൊരു പ്രകടനം തന്നെയാണല്ലോ കാഴ്ചവെക്കുന്നത്. കാരണം അവർക്ക് ഓൾറെഡി 13 കില്ലുമായി. അവര് കഴിഞ്ഞ രാഷ്ട്രീയ ചാമ്പ്യൻസ് തന്നെയാണ്. കലാശക്കൊട്ടായിരുന്നു അവരുടെ ആ പ്രകടനം. നല്ല രീതിയിൽ ഈ മാച്ച് അവസാനിപ്പിക്കാൻ നല്ല കവർ കിട്ടിയിട്ടുണ്ട്. മാസ് അക്കിംബോ നല്ല അടിപൊളിയായിട്ട് ഫ്ലാങ്ക് ചെയ്യുകയാണ്. നെമസിസിന് വേണമെങ്കിൽ അവർ പുള്ളിനെ സ്പോട്ട് ചെയ്യാം. സ്പോട്ട് ചെയ്താൽ നല്ല അടി കൊള്ളും. പക്ഷെ അവരെല്ലാവരും
അവിടെ അവരെ നോക്കിയിരിക്കുകയാണ്. ഒരുമിച്ചാണ്. നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും 7 പേര് തന്നെയാണ് ബാക്കി. സോൺ അവർക്ക് മാസിന് ഒരു വില്ലനായിട്ട് വരികയാണ്. നേരെ ഓടിക്കാരുടെ സെക്കൻഡ് മുമ്പിലേക്കാണ്. ബ്രിഡ്ജ് ഡീസൊക്കെ നോക്കിയിരിക്കുകയാണ്. വിൻഡോപ്പി വീണിരിക്കുകയാണ്. വിൻഡോപ്പിനെ കൺഫേം ചെയ്ത് ഇനി 2 പേര് മാത്രമാണ് മാസിൽ ബാക്കിയുള്ളത്. നമുക്ക് നല്ലൊരു 2 vs 4 ക്ലച്ച് കാണാം. ഡീസക്കിന്റെ കിടിലം പ്രകടനം. അവർക്ക് പിന്നെയും ഡീസക്കിനാണ് കൂടുതൽ ഫേവർ. അതെ നീട് മഴ കാണാൻ ഇനി നീട്. അതെ അടുത്തത് ചറപറ. അതാ തീർന്നിരിക്കുകയാണ്. ഡീസക്ക് ഫുൾ സ്ട്രെങ്ത്തിൽ അടിച്ചിരിക്കുകയാണ് മാസിനെ. വിന്നർ ചിക്കൻ ഡിന്നർ ഫോർ ഡീസക്. കൺഗ്രാറ്റുലേഷൻസ് ഡീസക്. ഡീസക്ക് അവരുടെ ഡീസക്കിന് ടോട്ടൽ 12 കില്ലും 15 പോയിന്റോടെ അവർ 1ാം സ്ഥാനം ലീഗ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. ഡീസക് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. കാര്യം പറയാൻ അനുവദിക്കണം. നമ്മുടെ സിംഗിൾ ചറബറ മെസ്സേജ് കൊണ്ട് കൺഫേം ആയെന്ന് പറഞ്ഞ് പുള്ളിക്കോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാർഡബ്ല്യൂ നിന്ന് സെറ്റ് ആയത്. അപ്പൊ നല്ലൊരു പ്രകടനം തന്നെയാണ് നമ്മൾ ലാസ്റ്റത്തെ മാച്ചിൽ കണ്ടത്. ലാസ്റ്റത്തെ സോണിൽ തന്നെ 10-20 പേരും 4-5 ടീമും ഉണ്ടായി. ഒരു കിടിലം ഫൈറ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. എല്ലാ ടീമും നല്ലോണം കില്ലെടുത്തിട്ടുണ്ട്. സൈറനോപ്പി മാസിന്റെ സൈറനോപ്പി വിത്ത് 7 kills പുള്ളിയാണ് ഈ ഇന്നത്തെ മാച്ചിൽ ടോപ്പ് സ്കോറർ. MVP പ്ലെയർ. അതെ വേറെ പ്ലേയേഴ്സ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തു. അതെ അപ്പൊ ലാസ്റ്റത്തെ മാച്ചിൽ സൈറനോപ്പിയാണ് മാസിന്റെ. പിന്നെ 3ാം സ്ഥാനം പിച്ച് ബ്ലാക്ക് ഈ വാർ ടീമാണ് 3 കില്ലോടെ. 4ാം സ്ഥാനം റാംബോ. 5ാം സ്ഥാനം റെവനൻസ് ഒരു നല്ലൊരു തിരിച്ചുവരവ് നടത്താൻ നോക്കി ഇന്നത്തെ മാച്ചിലൂടെ. പക്ഷെ അവർക്ക് സോണും അതെ. പിന്നെ ഡെഡ്ലിയും നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചതാണ്. 2 ടീമിനെ വൈപ്പ് ചെയ്ത് അവർക്ക് 7 കില്ല് അല്ല 8 കില്ല് അവർ കൺഫേം ചെയ്തിരിക്കുകയാണ്. അല്ല പ്രൊഫസറെ, വേറെ വെച്ചാല് നമ്മുടെ റെലഗേഷൻ സോണി കിടന്ന അവരെ സ്വന്തം ടീം തന്നെയായ വൈപ്പർ സ്ക്വാഡിനെ ഡെഡ്ലി തീർത്ത് കളഞ്ഞു. അവരുടെ അവസാന പ്രതീക്ഷ സ്വന്തം ടീം തന്നെ തീർത്ത് കളഞ്ഞു. അടുത്ത സീസണിൽ അപ്പൊ ഫാൽക്കൺസും ഡീസക്കും നമ്മളൊരു പോരാട്ടം നമുക്ക് കാണാം. കൂടെ SOF 2 ടീമും ഉണ്ട്. അതെ നമ്മളും കേറും. നല്ലൊരു പ്രകടനം തന്നെ ഇന്ന് ഇവോ ലീഗിലും സൂപ്പർ ലീഗിലും നമ്മൾ കണ്ടു. ഈ ലീഗ് കണ്ടക്ട് ചെയ്ത പെഗസസ് ഗെയിമിങ്ങിന് ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതെ എല്ലാമായ അജയ്, ഓളിനോളായ അജയിനും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇന്നത്തെ മാച്ചിന്റെ ലാസ്റ്റ് സൈൻ ഓഫ് ചെയ്യുകയാണ് ഞാൻ, SOF പ്രൊഫസർ എന്റെ കൂടെ ആൻഡ് SOF ലോൺവുഡ്. ഇനി അടുത്തൊരു പൊടിപൂരമായി നമുക്ക് അടുത്ത സീസണിൽ കാണാവുന്നതാണ്. അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.